ഇന്ന് നമ്മൾ നമ്മുടെ ബി വേർബിനെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ് തഴമ്പിച്ച ഒരു കാര്യമാണ് ബി വേർബ് എന്താണ് എന്നുള്ളത്. അപ്പോ ഏതൊക്കെയാണ് ബി വേർബ് എന്ന് ആദ്യം ഒന്ന് കേൾക്കട്ടെ. പറയുന്നേ, നിങ്ങൾക്കറിയാം, ഈസ്, ആം, ആർ, വാസ്, വെയർ, ബി, ബീൻ, ബീങ്. അപ്പൊ ഇത് കുട്ടികളൊക്കെ ഇന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇന്ന് ഇപ്പൊ അടുത്ത ദിവസം CBSE ക്ലാസ് പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് റെഡി ആവുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. ബിയുടെ ഫോമുകളാണ് ഈസ്, ആം, ആർ, വാസ്, വെയർ, ബി, ബീൻ, ബീങ് എന്നുള്ളത്. ഇത് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പോ ഇനി ഞാൻ ഓരോ സെന്റൻസും ഇവിടെ പറയും. അപ്പൊ നിങ്ങൾ അതിനകത്ത് ബി വേർബ് ഏതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഐ ആം എ ടീച്ചർ. ഇതിലെ ബി വേർബ് ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഏതാണ്? ആം എന്ന് പറയുന്നത് ബി വേർബാണ്. അപ്പോൾ ബി വേർബ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓക്സിലറി ആണ്. ഓക്സിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബിനെ സഹായിക്കുന്നവരാണ്. ക്ലിയർ? ആ ഒരു സെന്റൻസെ തന്നെ നമ്മൾ പഠിച്ചു. ഐ ആം എ ടീച്ചർ എന്നുള്ളതിന് ആം എന്ന് പറയുന്നത് ബി വേർബ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ബി വേർബ് എന്താണ്? അപ്പോ അത് ഓക്സിലറി ആണ്. മെയിൻ വേർബിനെ സഹായിക്കുന്നവരാണ് ഓക്സിലറി. ക്ലിയർ? ഐ ആം എ ടീച്ചർ എന്നുള്ളതില് ആം ആണ് ഓക്സിലറി അല്ലെങ്കിൽ ബി വേർബ്. They are learning English. ഇതിലെ മെയിൻ വേർബ് ഏതാണ്? നിങ്ങളൊന്ന് പറയൂ. ലേൺ ആണ് ഇതിലെ മെയിൻ വേർബ്. പക്ഷെ ഇതിലെ ബി വേർബ് ഏതാണ്? ആറാണ് ബി വേർബ്, അതായത് ഓക്സിലറി. ഇനി ഞാൻ കുട്ടികളോടൊന്ന് ചോദിക്കട്ടെ, ഇത് കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടികളോടൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതിലെ സബ്ജക്റ്റ് ആരാണ്? ദേ ആണ് ഇതിലെ സബ്ജക്റ്റ്, അല്ലെ? അപ്പൊ നിങ്ങളത് കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ദേ ആർ ലേണിംഗ് ഇംഗ്ലീഷ് എന്നുള്ളതിനകത്ത് ദേ സബ്ജക്റ്റ് ആർ ബി വേർബ് ആണ്. നമ്മൾ ഓക്സിലറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാലും കുട്ടികളുടെ മനസ്സിലും അല്ലെങ്കിൽ കേൾക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കണം സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ ശ്രദ്ധിക്കുന്നവർക്കൊക്കെയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ബി വേർബ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഈസ്, ആം, ആറ് ബി വേർബ് ആണ്, പക്ഷെ അത് ഓക്സിലറി ആണ്. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വേറെ രണ്ടെണ്ണം എന്താണ്? ഈസാമാറിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസും വെയറും, അതും എന്താണ്? ബി വേർബ് ആണ്, പക്ഷെ അത് ഓക്സിലറി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്തൊരു കാര്യം മനസ്സിലായി? ബി വേർബുകൾ എല്ലാം എന്താണ്? ഓക്സിലറി ആയിട്ടും പ്ലേ ചെയ്യാറുണ്ട്. പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, അത് പ്ലേ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ നോക്കുന്ന വാസ് വെയർ. വാസ് വെയർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞേ. ഹി വാസ് ലേറ്റ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ താമസിച്ചിട്ടാണ് എത്തിയത്. ഹി വാസ് ലേറ്റ്, താമസിച്ചിട്ട് ആയിരുന്നു എത്തിയത്. വാസിന്റെയും വെയറിന്റെയും അർത്ഥം എന്താണ്? ആയിരുന്നു. അറിയത്തില്ലാത്തവരൊന്നും ഇല്ലല്ലോ. ആയിരുന്നു എന്നാണ് അർത്ഥം. അപ്പോ ഇവിടെ ബി വേർബ് ഏതാണ്? വാസ് ആണ്. ഇനി ദേ വെയർ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ എന്താണ്? അവര് താമസിച്ചാണ് എത്തിയത്, നിങ്ങൾ വെയർ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? അതും ബി വേർബ് ആയിട്ടാണ് വെയർ അവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഈസ്, ആം, ആര്, വാസ്, വെയർ ബി വേർബ് ആണെന്നും ഓക്സിലറി ആണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് എന്ന്. പക്ഷേ ഇനി ഞാൻ പറഞ്ഞു ബി വേർബിനകത്തുള്ളതാണ് ഈസ്, ആം, ആറ്, വാസ്, വെയർ, പിന്നെ ബി. ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോ ബി ഓക്സിലറി ആണോ? ക്വസ്റ്റ്യൻ. ബി ഓക്സിലറി ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഓക്സിലറി ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പൊ പറയും ഷുഡ്, ഗുഡ്, വുഡ് എന്നൊക്കെ പറയും. അതിന്റെ കൂടെ ബി ഉണ്ടല്ലോ, അതായത് ഷുഡ് ബി, കുഡ് ബി, വുഡ് ബി എന്നൊക്കെ പറയണേ. അതില് ഷുഡ് ഓക്സിലറി, ബി അവിടെ ഒരു മെയിൻ വേർബ് പോലെയുമാണ് നിൽക്കുന്നത്. പക്ഷേ ബി ബിയായി തന്നെ സെന്റൻസിൽ ഉണ്ട്. ഒരു സെന്റൻസ് പെട്ടെന്ന് പറഞ്ഞേ. ഐ വാണ്ട് ടു ബി എ ടീച്ചർ. എനിക്കൊരു ടീച്ചർ ആകണം. ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ബി എന്ന് പറഞ്ഞാൽ ആകണം.
ഐ വാണ്ട് ടു ബി എ ടീച്ചർ, എനിക്കൊരു ടീച്ചർ ആകണം. പിന്നെ നമ്മൾ പറയും ബി ക്വയറ്റ്, ശാന്തമാകണം. ബി ക്വയറ്റ്, ശാന്തമായിട്ടിരിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറയും? ബി ക്വയറ്റ്, ബി ഹാപ്പി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അവിടെയെല്ലാം ഈ നമ്മൾ പഠിച്ച ബി, അത് അതിന്റെ ബേസ് ഫോമിൽ തന്നെയാണ് അവിടെയെല്ലാം നിൽക്കുന്നത്. അപ്പൊ ബി ഉപയോഗിച്ചിട്ട് സെന്റൻസ് ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ബി ഉപയോഗിച്ചിട്ടും സെന്റൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന ആ ഒരു സെന്റൻസ് പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ചെയ്തോ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ബീനാണ്. അതായത് ഈസാമാർ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചു, വാസ വേറെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചു. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബീനാണ്. ബീൻ ഏത് ടെൻസാ? ടെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് പറഞ്ഞോ, ഏതാണ് ബീൻ? ഹാവ് ബീൻ, ഹാസ് ബീൻ. ഹാവ് ഹാസും വന്നാൽ തന്നെ നമുക്കറിയാം അതെന്താണ്? പെർഫെക്റ്റ് ആണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് പെർഫെക്റ്റ് ടെൻസ്, അതായത് ഓർത്ത് വെക്കുക, ഈ ബീൻ ഉപയോഗിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടന്ന. അപ്പൊ അവിടെ നമുക്കൊരു സിൻസും ഫോറും ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ടെൻസിന്റെ ക്ലാസ് ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല, പോയാൽ അത് ഇച്ചിരി വലിയ ഒരു കാര്യമായി മാറും. ഐ ഹാവ് ബീൻ ബിസി ടുഡേ, ഞാൻ ഇന്ന് മൊത്തം തിരക്കിലായിരുന്നു. ഇന്നത്തെ ഒരു കാര്യമാണ്, മുഴുവൻ നേരത്തെ, മോർണിംഗ് മുതൽ, സിൻസ് മോർണിംഗ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ബീനാണ്. നമ്മൾ ഉപയോഗിച്ചത് അത് നമ്മുടെ എന്താണ്? ബി ഫോമാണ്. ബീൻ എന്ന് പറയുന്നത് ബിയുടെ ഒരു ഫോമാണ്. ഇനി ശ്രദ്ധിക്കണേ. ഐ ഹാവ് ബീൻ ടു കൊച്ചി, ഐ ഹാവ് ഗോൺ ടു കൊച്ചി. എപ്പോഴും നിങ്ങൾക്ക് സംശയം വരുന്നൊരു കാര്യമാണ് അല്ലെ. ഐ ഹാവ് ബീൻ ടു കൊച്ചി, ഐ ഹാവ് ഗോൺ ടു കൊച്ചി. പെട്ടെന്ന് ഇത് കേട്ടവർക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കി വേഗം ഒന്ന് കമന്റ് ചെയ്തേ. കൊച്ചിയിൽ പോയൊരു കാര്യമാണ് പറഞ്ഞല്ലേ. ഹാവ് ബീൻ പോയിട്ട് തിരിച്ചു വന്നോ എന്നറിയത്തില്ല, ഹാവ് ഗോൺ പോയിട്ട് തിരിച്ചു വന്നോ എന്നറിയത്തില്ല. ദാ ഞാൻ ഇവിടെ എഴുതി തരുന്നത് നിങ്ങളുടെ ബുക്കിലോട്ട് വേഗം ഒന്ന് എഴുതി വെച്ച്. ബീൻ ടു പോയിട്ട് തിരിച്ചു വന്നു, ഹാവ് ഗോൺ തിരിച്ചു വന്നിട്ടില്ല, അവിടെയാണ്. പെട്ടെന്ന് ബുക്കിലോട്ട് എഴുതി വെക്ക്. ഐ ഹാവ് ബീൻ ടു കൊച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ഇപ്പൊ എവിടെയുള്ളത്? എൻ്റെ വീട്ടിലാണ്. ഐ ഹാവ് ബീൻ ടു കൊച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിലോട്ട് കയറട്ടെ. കൊച്ചിയിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു, പക്ഷേ ഐ ഹാവ് ഗോൺ ടു കൊച്ചി, ഞാൻ ഇപ്പോഴും കൊച്ചിയിലാണ്, കൊച്ചിയിൽ നിന്നും സ്റ്റിൽ തിരിച്ചു വന്നിട്ടില്ല. വ്യത്യാസം നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോകും. പക്ഷെ ഞാൻ ഈ ബോർഡിൽ തന്നത് നിങ്ങൾ ഓർത്തു വെക്കുക. ബീൻ ടു തിരിച്ചു വന്നു, ഗോൺ ടു ഹാവ് ഗോൺ ടു തിരിച്ച് വന്നിട്ടില്ല. ഇനി നിങ്ങൾക്കിത് മാറിപ്പോകാൻ പാടില്ല. ബീൻ ടു ഹാവ് ഗോൺ ടു. ക്ലിയർ ആയേ? അപ്പൊ അവിടെ നമ്മൾ ബീൻ ഉപയോഗിച്ചു. ഇനി നമ്മൾ പറയുന്നത് ബീയിങ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ബീയിങ് ആണ്. ബീയിങ് നമ്മൾ ബിയുടെ ഒരു ഫോമാണ് ബീയിങ് എന്നുള്ളതും. ബീയിങ് നമ്മൾ പാസീവ് വോയിസിലാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മുടെ സാധാരണ സെന്റൻസുകളിലും നമ്മൾ ബീയിങ് ഉപയോഗിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് എന്ന് പറയാൻ. ഷീ ഈസ് ബീയിങ് rude, she is being cruel, she is being kind. നല്ല ദയുള്ള ആളായിട്ട് പെരുമാറും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിലേ, ഞാൻ അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് എൻ്റെ സേഫ് സോൺ ആണ് എങ്കിൽ, അങ്ങനെ ഒരു ഏരിയ ആണ് എങ്കിൽ ഞാൻ നന്നായി സംസാരിക്കും. അല്ല എങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്നെ കാണുന്ന പലരും പറയും, മേഡത്തിനോട് സംസാരിക്കുമ്പോൾ ഒരു പക്വതയുള്ള ആളോട്, ഞാൻ ഇങ്ങനെ പറയണതല്ലോ കേട്ടോ, സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നും. ഒരു എന്തൊക്കെയോ പറയും കേട്ടോ, എനിക്കറിഞ്ഞൂടാ, അങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പോ അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ, പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വളരെ ഫ്രീ ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് ആ അവസ്ഥയിലായതുകൊണ്ട് നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. ഈസ്, ആം, ആര്, വാസ്, വേർ. ബീയിങ്
പിന്നെ അവിടെ ഒരു വേർബ് വരില്ല കേട്ടോ. അതാണ് കാരണം ബീയിങ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് നമ്മൾ ബീയിങ് ഉപയോഗിക്കുന്നത്. ദ ഹൗസ് ഈസ് ബീയിങ് ക്ലീൻഡ്. ഇത് പാസീവ് വോയിസ് ആണ്. നമുക്ക് പാസീവ് വോയിസ് പിന്നെ നോക്കാം കേട്ടോ. ഹി ഈസ് ബീയിങ് ഹോണസ്റ്റ്. ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ടാണ് അവൻ പെരുമാറുന്നത്. അപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയോ ബി വേർബ് ഏതാണ് എന്നൊക്കെയുള്ളത്? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഇങ്ങയ്യോ ശ്വാസം മുട്ടിപ്പോയി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബി ഫോംസ് ഉള്ളത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇംഗ്ലീഷിനെ ഒന്ന് നല്ല അടിപൊളിയാക്കി പറയണമെങ്കിൽ നമ്മൾ ഈ ബി അറിയണം. അപ്പൊ ബി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അറിയത്തില്ലേ, നമ്മൾ അറിയുന്ന കാര്യമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമുക്ക് ഈ സാമാർ അറിയാം, വാസവേർ അറിയാം. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് ബീയിങ് മാത്രമേ ഉള്ളൂ. ബീയിങ്ങിന്റെ അടുത്തൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് കേട്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ വന്ന സെന്റൻസുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കൃത്യമായും കൊടുക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾ കേട്ട് പഠിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം. എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ മാത്രമേ മനസ്സിലാവുകയുള്ളൂ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അത് സത്യം, 100% സത്യം. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചു തന്നെ. ഇപ്പൊ നിങ്ങളൊക്കെ ഗ്രാമറൊക്കെ ഏകദേശം പഠിച്ചു, ഏകദേശം നല്ല മുഴുവനായി നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി നമുക്ക് സ്പീക്കിംഗ് കോഴ്സുകളുണ്ട്. അതും പേഴ്സണൽ ക്ലാസ്സുകളാണ്. നമുക്ക് സ്പീക്കിംഗ് ക്ലാസ് ഗ്രൂപ്പ് ക്ലാസ്സുകളല്ല, പേഴ്സണൽ ക്ലാസ്സുകളാണ്. നമ്മുടെ സ്പീക്കിംഗ് ക്ലാസ്സുകൾ നിങ്ങളുടെ ടൈമിലാണ്, നിങ്ങൾ പറയുന്ന ടൈമിലാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അതും ലൈവാണ്. എന്താണ്? ലൈവ് ക്ലാസ്സുകളാണ്. അപ്പൊ എൻ്റെ നമ്പർ ഇതാ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നമുക്ക് സംസാരിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? ഞങ്ങളുടെ പള്ളിയിലും അടുത്തുള്ള പള്ളിയിലും അയൽവക്ക ഇടവകളിലും ഒക്കെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ പെരുന്നാളിന് പോകും. എനിക്ക് പെരുന്നാളിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഗാനമേള എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ പെരുന്നാളിനൊക്കെ പോകും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പെരുന്നാൾ നടക്കും. സാധാരണ പള്ളികളിലേക്കാൾ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടൊരു പെരുന്നാൾ അടിപൊളിയായിട്ട് ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ നടക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്കൊരു അവാർഡ് തന്നിരുന്നു അവിടുന്ന് അവർ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കഴിയുമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്ക് വേണ്ടി ഇവിടെ പറ്റുമെങ്കിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളതൊന്ന് കണ്ടും കൂടെ നോക്കണേ. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പം പിന്നെ നിങ്ങളത് കാണിക്കണമല്ലോ, കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം, അതായത് ഇംഗ്ലീഷ് പഠിക്കണം, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.